ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തുടർച്ചയായി അടച്ചുപൂട്ടുകയാണ്. ഇതിന് പ്രധാന കാരണം കൊമേഴ്ഷ്യൽ ഗ്യാസ് ക്ഷാമമാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പെട്ടെന്ന് അടച്ചുപൂട്ടുന്നതിനാൽ പതിവായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളും റെസ്റ്റോറന്റുകളെ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഈ ഗ്യാസ് ക്ഷാമം കാരണം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. കൊമേഴ്ഷ്യൽ ഗ്യാസിനൊപ്പം അടുത്തിടെ ഇന്ത്യൻ സർക്കാർ ഡൊമസ്റ്റിക് LPG സിലിണ്ടറുകളുടെ ബുക്കിംഗ് സമയവും വർദ്ധിപ്പിച്ചു. 2 ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഒരു ഇടവേള ഇപ്പോൾ 25 ദിവസമാക്കി. അതായത് നിങ്ങൾ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ 25 ദിവസം കാത്തിരിക്കണം. മറ്റൊരു വശത്ത് റിലയൻസ് കമ്പനി ഈ LPG ക്ഷാമത്തെ ഒരു ബിസിനസ് അവസരമായി കണ്ടുകൊണ്ട് ഗ്യാസ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ചോദ്യം എന്തെന്നാൽ, ഇന്ത്യയിൽ ഈ ഗ്യാസ് ക്ഷാമം ഉണ്ടാകാൻ കാരണം എന്ത്? ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ കൈവശമുള്ള ഗ്യാസ് റിസർവുകൾ എത്ര ദിവസത്തേക്ക് മതിയാകും? ഈ ക്ഷാമം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിന് വലിയ പ്രശ്നം നേരിടേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും റിലയൻസ് കമ്പനിയും എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നു എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഗ്യാസ് ക്ഷാമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ നിരവധി ദിവസങ്ങളായി യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടൽമാർഗം തടഞ്ഞിരിക്കുകയാണ്. ഇറാനെ എതിർത്ത് ഈ മാർഗം വഴി യാത്ര ചെയ്യുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിച്ച് നശിപ്പിക്കുമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തേണ്ട ഗ്യാസ്, ക്രൂഡ് ഓയിൽ ഇറക്കുമതികളെല്ലാം പെട്ടെന്ന് നിർത്തപ്പെട്ടു. ഇത് ഇന്ത്യയെ വളരെ ശക്തമായി ബാധിക്കും. കാരണം ഇന്ത്യ ഓരോ വർഷവും ഏകദേശം 31.33 മില്യൺ ടൺ LPG ഉപയോഗിക്കുന്നു. ഇതിൽ 38% ഗ്യാസ് നമ്മൾ രാജ്യത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. മറ്റുള്ള 62% LPG നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈ ഗ്യാസിൽ ഏകദേശം 90% ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ഈ ഗൾഫ് യുദ്ധം കാരണം, അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം കാരണം ഇറാൻ ഈ കടൽ മാർഗം അടച്ചതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട LPG ഇറക്കുമതിക്ക് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന LPG ഗ്യാസ് ഇപ്പോൾ എത്തുന്നില്ല. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. വിദേശ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന ഏതൊരു രാജ്യവും അപകടകാലങ്ങളിൽ പ്രശ്നം നേരിടാതിരിക്കാൻ ഒരു ബഫർ സ്റ്റോക്ക് സൂക്ഷിച്ചിരിക്കും. ഓയിൽസ്, ഗ്യാസ് സംബന്ധിച്ച് ഇന്ത്യയും ചില ബഫർ സ്റ്റോക്ക് സംഭരിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്തെന്നാൽ, ഗ്യാസിനേക്കാൾ ഓയിലിനാണ് ഇന്ത്യൻ സർക്കാർ കൂടുതൽ ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിലെ പെട്രോൾ, ഡീസൽ, ഓയിൽ സംഭരണികൾ ഏകദേശം 74 ദിവസത്തേക്ക് മതിയാകുന്നത്രയുണ്ട്. അതായത് ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായി ഓയിൽ ഇറക്കുമതി പെട്ടെന്ന് നിർത്തപ്പെട്ടാൽ നമ്മുടെ രാജ്യം 74 ദിവസത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മറികടക്കാൻ കഴിയും. പക്ഷേ ഗ്യാസ് വിഷയത്തിൽ അങ്ങനെ ഒരു ശക്തമായ സംഭരണം ഇന്ത്യക്കില്ല. നമ്മുടെ രാജ്യം ഏകദേശം 15 മുതൽ 25 ദിവസത്തേക്ക് മാത്രം മതിയാകുന്ന ബഫർ സ്റ്റോക്ക് മാത്രമാണ് സൂക്ഷിക്കുന്നത്. അതായത് ഗ്യാസ് ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയാൽ നമ്മുടെ രാജ്യം പരമാവധി 25 ദിവസം മാത്രമേ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത്തരത്തിലുള്ള അത്യന്തം ഗുരുതരമായ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനായി 1955 ഇന്ത്യൻ സർക്കാർ എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നു. ഈ നിയമം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു നിർണായക വസ്തുവിന്റെ വിതരണത്തിൽ ക്ഷാമമുണ്ടായി, അതിനാൽ വില ഉയരാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ സർക്കാർ ഈ എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട് പ്രാവർത്തികമാക്കി ആ വസ്തുവിന്റെ വിതരണം നിയന്ത്രിക്കുകയും സാധാരണ ജനങ്ങൾക്ക് അത് ലഭ്യമാക്കുകയും ചെയ്യും. ഇതാണ് എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഇപ്പോൾ ഇറാൻ ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന ഗ്യാസ് ഇറക്കുമതികൾ തടഞ്ഞതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കുക്കിംഗ് ഗ്യാസ് ക്ഷാമം ഉണ്ടായി. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട് പ്രാവർത്തികമാക്കി കുക്കിംഗ് ഗ്യാസിന്റെ വിതരണം നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ ഇവയേക്കാൾ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അതിനാൽ കൊമേഴ്ഷ്യൽ ഗ്യാസിന് ചില നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തി. ഇവിടെ ഈ കൊമേഴ്ഷ്യൽ ഗ്യാസും ഡൊമസ്റ്റിക് ഗ്യാസും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറുകൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാൻ തയ്യാറാക്കിയതാണ്. ഇവ സാധാരണയായി ചുവപ്പ് നിറത്തിലായിരിക്കും. കൂടാതെ ഏകദേശം 14 കിലോ ഭാരം ഉണ്ടാകും. ഇവയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. പക്ഷെ കൊമേഴ്ഷ്യൽ ഗ്യാസ് അങ്ങനെയല്ല. ഇത് പ്രധാനമായും റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, ഇൻഡസ്ട്രിയൽ കിച്ചണുകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു.
ഈ സിലിണ്ടറുകൾക്ക് ഏകദേശം 19 കിലോ ഭാരം ഉണ്ടാകും. കൂടാതെ ഇവ സാധാരണയായി നീല നിറത്തിലായിരിക്കും. ഈ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് സർക്കാർ എന്തെങ്കിലും സബ്സിഡി നൽകുന്നില്ല. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. രാജ്യത്ത് ഗ്യാസ് ക്ഷാമം ഉണ്ടായാൽ ഡൊമസ്റ്റിക് ഗ്യാസിന് വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ കൊമേഴ്ഷ്യൽ ഗ്യാസിനാണ് സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ പല ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാതെ അടച്ചു പൂട്ടേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനകം തന്നെ മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള വലിയ നഗരങ്ങളിൽ 100 കണക്കിന് റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 50 മുതൽ 60% വരെയുള്ള റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടേണ്ടി വരും. അതിനാൽ കേന്ദ്ര സർക്കാർ കൊമേഴ്ഷ്യൽ ഗ്യാസിൽ മാത്രമല്ല ഡൊമസ്റ്റിക് ഗ്യാസിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സമീപകാലത്ത് ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറുകളുടെ ബുക്കിംഗ് സമയം വർദ്ധിപ്പിച്ച് 2 ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഒരു ഇടവേള 25 ദിവസമാക്കി. അതായത് നിങ്ങൾ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ 25 ദിവസം കാത്തിരിക്കണം. ഈ നിയമം കൊണ്ടുവന്നത് ഒരു പ്രത്യേക കാരണത്താലാണ്. ചില റെസ്റ്റോറന്റ് ഉടമകൾ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പണം നൽകി അവരുടെ ഗ്യാസ് സിലിണ്ടറുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ വാങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ കൈവശമുള്ള ബഫർ സ്റ്റോക്ക് തന്നെ വളരെ കുറവാണ്. ഇത്തരം സമയത്ത് ബ്ലാക്ക് മാർക്കറ്റ് വർദ്ധിച്ചാൽ വാസ്തവത്തിൽ ഗ്യാസ് ആവശ്യമായ ജനങ്ങൾക്ക് ഗ്യാസ് ലഭിക്കാതെ പോകും. അതിനാലാണ് സർക്കാർ ഈ ബുക്കിംഗ് ഇടവേള 25 ദിവസമായി വർദ്ധിപ്പിച്ചത്. ഈ ബുക്കിംഗ് ഇടവേള കൂടുതലായാൽ ഉടൻ വീണ്ടും സിലിണ്ടർ ലഭിക്കില്ല എന്നൊരു ഭയത്തോടെ ആളുകൾ അവരുടെ സിലിണ്ടറുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാതെ സൂക്ഷിച്ചു വെക്കും. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായി എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ടിന്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാർ രാജ്യത്തിലെ ഓയിൽ റിഫൈനറി ബിസിനസ് നടത്തുന്ന കമ്പനികളോട് LPG ഗ്യാസ് ഉൽപാദനം ഉടൻ വർദ്ധിപ്പിക്കണമെന്നൊരു നിർദ്ദേശം നൽകി. സർക്കാർ നിർദ്ദേശം നൽകിയ റിഫൈനറികളിൽ ഒന്നാണ് റിലയൻസ്. ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് കമ്പനിക്ക് ലോകത്തിൽ ഏറ്റവും വലിയൊരു ഓയിൽ റിഫൈനറി ഉണ്ട്. ഈ പ്രതിസന്ധിയെ ഒരു അവസരമായി കണ്ട റിലയൻസ് ഇതിനകം തന്നെ LPG ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി ബേസിലുള്ള D6 ബേസിൽ നിന്നുള്ള നാച്ചുറൽ ഗ്യാസ് അടിയന്തര ആവശ്യങ്ങൾക്കായി പ്രാധാന്യമുള്ള മേഖലകളിലേക്ക് മാറ്റിവിടാൻ തീരുമാനിച്ചു. കമ്പനികൾ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് പ്രധാന ഓയിൽ ഗ്യാസ് കമ്പനികളും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കല്ല, മുൻഗണനാ മേഖലകൾക്കാണ് വിതരണം ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധയും വീട്ടുപയോഗ ആവശ്യങ്ങളിലാണ്. എന്നാൽ കൊമേഴ്ഷ്യൽ ഗ്യാസ് നിയന്ത്രിച്ചതിനെ തുടർന്ന് പല സംസ്ഥാനങ്ങളിലെ റെസ്റ്റോറന്റ് ഉടമകൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ബിസിനസ്സുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരിനോട് ഒരു അഭ്യർത്ഥന നടത്തി. പക്ഷേ എത്ര അപേക്ഷകൾ വന്നാലും എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ടിലെ നിയമങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള പ്രതിസന്ധി സമയങ്ങളിൽ സർക്കാർ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് അവിടെ മുൻഗണന നൽകുക. സമീപകാലത്ത് സർക്കാർ LPG സിലിണ്ടറിന്റെ വില ഏകദേശം 60 രൂപ വരെ വർദ്ധിപ്പിച്ചു. വിവിധ നഗരങ്ങളിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില എങ്ങനെ മാറിയെന്നുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. വില പെട്ടെന്ന് വർദ്ധിപ്പിച്ചതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ ഇന്ത്യയിലേക്ക് ഗ്യാസ് എത്തുന്ന പ്രധാനപ്പെട്ട മാർഗം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ മറ്റു മാർഗങ്ങളിലൂടെ ഗ്യാസ് എത്തിക്കാൻ ഷിപ്പിംഗ് കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും അവരുടെ നിരക്കുകൾ കൂടുതൽ വർദ്ധിപ്പിച്ചു. അതിന്റെ ആഘാതം ഇന്ത്യയിലും പ്രകടമായതിനാൽ സർക്കാർ LPG വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഈ വില വർധനവ് ഗ്യാസിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സമീപകാലത്ത് ക്രൂഡ് ഓയിലിന്റെ വിലയും വളരെ വേഗത്തിൽ ഉയരുകയാണ്. ഒരു 2-3 ദിവസത്തിന് മുൻപ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം $110 മുകളിലെത്തി. ക്രൂഡ് ഓയിൽ വിപണിയിൽ എത്ര സമ്മർദ്ദമുണ്ടെന്നത് ലോകം തിരിച്ചറിഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്നാൽ പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവയുടെ വില മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പല വസ്തുക്കളുടെയും വില ഉയരും. ഇന്ത്യയിലെ നിലവിലെ ഗ്യാസ് പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ ആഘാതം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുക. കാരണം ഗ്യാസ് ഇല്ലാതെ ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഹോട്ടലുകൾ അടച്ചുപൂട്ടുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഷെഫുമാരും തൊഴിലാളികൾക്കും ജോലി നഷ്ടപ്പെടുകയും അവരുടെ വരുമാനം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഗ്യാസ് ക്ഷാമം ബാധിക്കുന്നത് ഓഫ്ലൈൻ റെസ്റ്റോറന്റുകളെ മാത്രം അല്ല, ഓൺലൈൻ ഭക്ഷണ ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലുള്ള കമ്പനികൾക്കും ഇതിന്റെ ഒരു വലിയ ആഘാതമേൽക്കും. കാരണം ഈ കമ്പനികളുടെ ബിസിനസ് പ്രധാനമായും ഓഫ്ലൈൻ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണ്. ഓഫ്ലൈൻ ബിസിനസ് ബാധിക്കുമ്പോൾ ഓൺലൈൻ ബിസിനസ്സും സ്വാഭാവികമായി ബാധിക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗ്യാസ് പ്രതിസന്ധിക്ക് പകരമായ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ഇൻഡക്ഷൻ സ്റ്റവ്, മറ്റൊന്ന് ഫയർവുഡ് അല്ലെങ്കിൽ കൽക്കരി സ്റ്റവ്. ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്നവർക്ക് ഗ്യാസ് ഇല്ലെങ്കിലും മരച്ചില്ലകൾ ഉപയോഗിച്ച് പാചകം ചെയ്തൊക്കെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ നഗരങ്ങളിൽ കഴിയുന്നവരുടെ അവസ്ഥ അങ്ങനെയല്ല.
അവർക്ക് മരച്ചില്ലകൾ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താലും അത് മലിനീകരണം വർദ്ധിപ്പിക്കുകയും പിന്നീട് അതിന്റെ ദോഷഫലം അവർക്ക് തന്നെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് തായ്ലാന്റ്, ഫിലിപ്പീൻസ് പോലെ ചില രാജ്യങ്ങൾ ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി കമ്പനികളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിക്കാൻ നിർബന്ധിക്കുന്നത്. കാരണം ആളുകൾ ഓഫീസിലേക്ക് പോകുമ്പോൾ കാർ, ബസ്, സ്കൂട്ടർ ഇവയൊക്കെ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരും. ഇത് ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കും. എന്നാൽ ആളുകൾ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ധന ഉപഭോഗം കുറയും. സർക്കാരിന് ഇന്ധനം സംരക്ഷിക്കാനും കഴിയും. അങ്ങനെ സംരക്ഷിച്ച ഇന്ധനം സർക്കാർ പ്രധാന മേഖലകളിലേക്ക് മാറ്റി പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെ നിലനിർത്താനും കഴിയും. അവസാനം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, യുദ്ധം പലപ്പോഴും ആവേശം സൃഷ്ടിച്ചാലും അവസാനം അത് നാശമാണ് നൽകുന്നത്. ഇന്നത്തെ ലോകത്ത് മിക്ക രാജ്യങ്ങളും വ്യാപാരപരമായി പരസ്പരം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഏത് രാജ്യത്ത് യുദ്ധം ഉണ്ടായാലും അത് നേരിട്ടോ പരോക്ഷമായോ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കും. ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിനൊരു മികച്ച ഉദാഹരണമാണ്. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ഇപ്പോൾ ആർക്കും ഉറപ്പായി പറയാൻ കഴിയുന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതിനൊപ്പം ഈ യുദ്ധം കുറയുന്നില്ല, മറിച്ച് കൂടുതൽ ശക്തമായി തുടരുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്നാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകം തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ചില രാജ്യങ്ങൾ വലിയ തോതിൽ കടമെടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അത് ലോകത്തെ വീണ്ടും നിരവധി ദശാബ്ദങ്ങൾ പിന്നിലേക്ക് തള്ളിയിടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ LPG പ്രതിസന്ധിയുടെ പിന്നിലെ മുഴുവൻ കഥ ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.